നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഇവര് വിഷം ഇറക്കിക്കുക. ചെല്ല്, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? தாய் நெஞ்சின் ஏக்கத்தை நான் பாடவா, அருள்வாய் கருணை முருகா. பரமசிவன் போற்றும் திருமகன் என்றாலும், பரந்தாமன் கொண்டாடும் மருமகன் என்றாலும், பார்வதி நான் வெறும் தாயல்லவோ. கைலை மலை கடந்தே பழனி மலை எழுந்தோய், மரகத மயிலேறிவா திருக்குமரனே குருகுவனே நீவா என்றாறு முகா. பூவழகான மால் மருகா, உன் தாய் நெஞ்சின் ஏக்கத்தை நான் பாடவா, அருள்வாய் கருணை முருகா. മോളെ അലമേലു, മോളെ മോളെ അലമേലു, മോളെ. എന്നയ്യാ ഇത്ര സന്തോഷം? ഇருக்கு പ്രമാദമായ സന്തോഷം ഇருக்கு. നിങ്ങളും കയറി വാ, നിങ്ങളും കൂടി കേൾക്കേണ്ട കാര്യം തന്നെയാ. അല്ല റുക്കു, മോളെവിടെ? അവളെ വിളിക്കേ, അവളല്ലേ ഇത് ആദ്യം അറിയണ്ടേ. എന്താ? മോള് വാ. എന്താ ഇത്ര വലിയ വാർത്ത? അലമേലു ആഗ്രഹിച്ചതുപോലെ അവൾക്ക്
ആലപ്പുഴ സബ് കളക്ടറായിട്ട് നിയമനം കിട്ടിയിരിക്കുന്നു. ഞാനിതിനൊക്കെ എങ്ങനെയാ നന്ദി പറയണ്ടേ? മോളെ, നന്ദി എന്നോടല്ല പറയേണ്ടത്, കേന്ദ്രമന്ത്രി ആ സുന്ദരസെൽവത്തോടാ. അയാളാ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഇരുചെവിയറിയാതെ ഇത് ചെയ്തു തന്നത്. സംസ്ഥാനം വിട്ടുള്ള കളിയായതുകൊണ്ട് ആദ്യം ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. പക്ഷെ ആവശ്യത്തിന്റെ ആഴറിഞ്ഞപ്പോ എന്റെ കൂടെ കട്ടയ്ക്ക് അങ്ങ് നിന്നു. ക്യാബിനറ്റിൽ പ്രത്യേകം പ്രഷർ ചെലുത്തിയാ ഇത് സാധിച്ചെടുത്തത്. അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും IAS കാരിക്ക് അവരാഗ്രഹിക്കുന്നിടത്തേക്ക് ആദ്യം നിയമനം കിട്ടുമോ? ഈ പറഞ്ഞ കേന്ദ്രമന്ത്രിയോട് എന്റെ നന്ദി അറിയിക്കണം. അയാൾക്ക് വേണ്ടത് നന്ദിയല്ല, നിന്നെയാ. മരുമകളായി. അണ്ണാ, അയാളുടെ മകൻ രാജസെൽവത്തിന്റെ ഭാര്യയായി. പേടിക്കണ്ട, ആള് സാധാരണക്കാരനൊന്നുമല്ല, വലിയ സയന്റിസ്റ്റ്, ആകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ആൾ. വേണ്ടി വന്ന ഭാവിയില് അബ്ദുൽ കലാമിനെ പോലെ രാഷ്ട്രപതിയാവാൻ സാധ്യതയുള്ള ആളാ. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരന്റെ ഭാര്യയാവാൻ ഏത് പെണ്ണ കൊതിക്കാത്തത്? അതുപോട്ടെ, രാഷ്ട്രപതി ആയില്ലെങ്കിലും റോക്കറ്റ് വിടുന്നതൊക്കെ അത്ര ചെറിയ കാര്യമാണോ? ലോകം മുഴുവൻ അറിയുന്ന പ്രശസ്തനാ രാജസെൽവം. അലമേലുവിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാ ഇങ്ങനെ ഒരു ആലോചനയായിട്ട് സുന്ദരസെൽവം ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന്. ഒറ്റ വാക്കിൽ അങ്ങനെ ഉത്തരം പറയാൻ പറ്റില്ല എന്ന്. എന്റെ മകളോട് ചോദിക്കാതെ ഞാനൊന്നും തീരുമാനിക്കില്ല എന്ന്. ഈ ഗ്രാമം ശ്രീനാര്യപുരമാണ്. ഏത് ലാഭത്തിന്റെ പേരിലായാലും ഇവിടുത്തെ നിയമങ്ങൾ നിഷേധിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇവിടെ പെണ്ണിന്റെ വാക്കാണ് മുഖ്യം. ഇനി അലമേലു പറയണം ഞാൻ എന്താ സുന്ദരസെൽവത്തോട് പറയേണ്ടതെന്ന്. നിനക്ക് നിന്റെ സ്വപ്നം പോലെ നീ ആഗ്രഹിച്ച നാട്ടിൽ സബ് കളക്ടറേറ്റ് ആദ്യ നിയമനം വേണമെന്ന്. എന്താ മോളെ, എന്താ നീ ഒന്നും പറയാത്തെ? അദ്ദേഹം ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. എന്നാ പറ, വേഗം പറ. എനിക്ക് എനിക്ക്
സമ്മതം. എനിക്ക് എനിക്ക് സമ്മതം. എനിക്കറിയായിരുന്നു, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു ആലോചന നീ നിഷേധിക്കില്ലെന്ന്. നീ ബുദ്ധിമതിയായ പെണ്ണാണെന്ന്, നീ ചെട്ടിയാർ വീട്ടിലെ പെണ്ണാണെന്ന്. നിനക്ക് ഞാൻ സ്വപ്നം കണ്ടതിലും വലിയൊരു ഭാവിയുണ്ട് മോളെ. ശ്രീനാരിപുരത്തെ രാജകുമാരിയായല്ല, ഈ ഭൂലോകത്തെ രാജകുമാരിയായി രഘുരാമ ചെട്ടിയാർ നിന്നെ വാഴിക്കും.